ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് മർത്തമറിയം വനിതാ സമാജം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങൾ. ത്രിയേക ദൈവത്തിന് സ്തുതി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണിയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലിൽ നിന്ന് ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും. നമുക്ക് മാതൃകയാക്കാവുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസ്തനെന്ന് എണ്ണുകയായി. പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീരത്നം സാറ. മിറിയം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കാനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹ്റോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിറിയാം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോറ, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോറ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാറാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാറാക്കിനോടും സൈന്യത്തിനോടും ഒപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മായിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹോവ ദേശത്ത് എത്തിയ മോവാബി സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് മടങ്ങിയപ്പോഴും രൂത്ത് തന്റെ അമ്മായിയമ്മയായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. അബിഗയിൽ, കർമ്മേലിലെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ. ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീരവനിത. എസ്തേർ, അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ എസ്തേർ. തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിൽ ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വന്തം ജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സ്വധൈര്യം നിലകൊണ്ട പ്രൗഢിയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ജനിക്കാൻ
ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുത്ത മറിയം, സ്വന്തം മകനെ ലോകത്തിൻ്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിൻ്റെ നിറകുടം. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി ജനിച്ച യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത്, ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിൻ്റെ സകല കൽപ്പനകളും കുറ്റമില്ലാത്തവളുമായിരുന്നു ഉത്തമ സ്ത്രീ എലിസബത്ത്. ഹന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിൽ ഹനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സു ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും, യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മശിഹ ആണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത് വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലക്കാരത്തി മറിയം, യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരത്തി മറിയം. മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കിലെത്തിയ മഗ്ദലക്കാരത്തി മറിയയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോലയായ മഗ്ദലക്കാരത്തി മറിയം. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർത്യപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയ ഉള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശവാക്യങ്ങൾ 4:2 പറയുന്നു, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലും സുവിശേഷ വേലയിൽ പോരാടി നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീർന്ന് ചരിത്ര പുസ്തക താളുകളിൽ നമ്മുടെ പേരുകളും രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവതരണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ഈ കഥാപാത്രങ്ങളെ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സാറ മിസ്സിസ് എലിസബത്ത് കുര്യൻ, മിറിയം മിസ്സിസ് റിഷ്ലി മാത്യു, ദെബോറ മിസ്സിസ് ഡയന മാത്യു, രൂത്ത് നവോമി മിസ്സിസ് റേച്ചൽ സാമുവൽ ആൻഡ് മിസ്സിസ് ഷൈനി എബി, അബിഗയിൽ മിസ്സിസ് ഷീബ ബിനോയ്, എസ്തേർ മിസ്സിസ് ബ്ലെസ്സി അനിൽ, മറിയം എലിസബത്ത് മിസ്സിസ് ശോശാമ തോമസ് ആൻഡ് മിസ്സിസ് സുനി ഷിബു, ഹന്ന പ്രവാചകി മിസ്സിസ് മറിയാമ്മ തോമസ്, മാർത്ത മറിയം മിസ്സിസ് അന്നു റെജി ആൻഡ് മിസ്സിസ് ലിജി മാത്യു, ശമരിയായക്കാരി സ്ത്രീ മിസ്സിസ് റീന വർക്കി, മഗ്ദലക്കാരത്തി മറിയം മിസ്സിസ് നിഷ എലിസബത്ത് ജോർജ്. ശബ്ദം നൽകിയവർ മിസ്സിസ് റിഷ്ലി മാത്യു, മിസ്സിസ് അന്നു റെജി സാമുവൽ ആൻഡ് മിസ്സിസ് ലിജി മാത്യു.